പുതിയ വീടിന്ന സ്നോലക്കല്ലിൽ ദൈവകൃപയാൽ ഞങ്ങൾ തുടങ്ങുന്നു. സ്നേഹത്തിൻ ചുവരുകൾ ഉയരട്ടെ, സമാധാനവാതിലുകൾ തുറക്കട്ടെ. ദൈവത്തിനാലയമായി ഈ വീട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയവും ചിന്താ വിഷയവും വീട് പണിയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം. ഗോഡ് മസ്റ്റ് ബിൽഡ് അവർ ഹോം. വീട് പണിയുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകണം. ഗോഡ് മസ്റ്റ് ബി ദ ബിൽഡർ ഓഫ് അവർ ഹോം. ഈ ലോകത്തിൽ പലർക്കും ഒരു വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഒരു സ്വന്തം വീട്. എ സ്മോൾ ഹോം, എ പീസ്ഫുൾ പ്ലേസ്, എ ഹൗസ് വെയർ ഫാമിലി ക്യാൻ ലിവ് വിത്ത് ലവ് ആൻഡ് സേഫ്റ്റി. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, വീട് പണിയുവാൻ തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും വരുന്നു. അസൂയ, ശത്രുത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ, രോഗങ്ങൾ, ചിലപ്പോൾ അപകടങ്ങളും ദുഃഖവാർത്തകളും. അപ്പോൾ പലരും ചോദിക്കും, why is this happening when we are trying to build something good? ദൈവമില്ലാതെ പണിത വീട് നിലനിൽക്കുകയില്ല. ബൈബിളിൽ ഒരു ശക്തമായ വചനമുണ്ട്. Psalms chapter 127:1. Unless the Lord builds the house, the builders labor in vain. യഹോവ വീട് പണിയാതെ ഇരിക്കുമെങ്കിൽ പണിയുന്നവർ വ്യർത്ഥമായി പ്രയത്നിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? വീട് പണിയുന്നത് നമ്മുടെ പണം കൊണ്ടാവാം, നമ്മുടെ പ്ലാൻ കൊണ്ടുണ്ടാവാം. പക്ഷേ God must be the foundation. ദൈവമില്ലാതെ പണിതാൽ അത് ഒരു കെട്ടിടം മാത്രമാണ്. ദൈവമുണ്ടെങ്കിൽ അത് എ ബ്ലെസ്ഡ് ഹോമാണ്. നല്ല കാര്യം ചെയ്യുമ്പോൾ ശത്രുത വരാം, അതൊരു സത്യമാണ്. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചിലർക്ക് സന്തോഷമുണ്ടാകും, പക്ഷേ ചിലർക്ക് ജലസി ഉണ്ടാകും. വീട് പണിയുമ്പോൾ ചിലർ പറയും, ഇവർക്ക് എങ്ങനെ പണം കിട്ടി? ഇവർക്ക് എന്തിനാ ഇത്ര വലിയ വീട്? ഓ, അവന് ഇപ്പൊ ഉടനെ ഒരു വീട് വെച്ചിട്ട് എന്ത് നേടാനാണ്? അവന് ആ വാടക വീട്ടിൽ കിടക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവന് ഇത്രയും ചുരുങ്ങിയ ശമ്പളത്തില് അല്ലെങ്കിൽ അവന്റെ ചുരുങ്ങിയ വരുമാനത്തില് അവന് ഇത്രയ്ക്ക് വലിയൊരു വീടൊക്കെ വെക്കണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മറ്റുള്ളവർ പരസ്പരം പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നെയ്ബേഴ്സ് പോലും നിങ്ങളുടെ എനിമീസ് ആവും. എന്തിനു പറയുന്നു? സ്വന്തം സഹോദരങ്ങൾ പോലും തമ്മിൽ ശത്രുതയിൽ ആവുന്ന പല ഘട്ടങ്ങളും നമ്മൾ ദൈനംദിനമായി കാണാറുണ്ട്. ബൈബിളിൽ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. Chapter 1 Peter 5:8. Be alert and of sober mind. Your enemy the devil prowls around like a roaring lion. നിങ്ങളുടെ ശത്രുവായ സാത്താൻ കരഞ്ഞു നടക്കുന്ന സിംഹം പോലെ ആരെയെങ്കിലും വിഴുങ്ങുവാൻ തിരയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കണം, സ്പിരിച്വൽ അറ്റാക്ക് ക്യാൻ ഹാപ്പൻ വെൻ ബ്ലെസ്സിംഗ് കം. കടങ്ങൾ കൊണ്ട് വീട് പണിയരുത്. ഇന്നത്തെ കാലത്ത് പലരും വീട് പണിയുന്നത് വലിയ കടം കൊടുത്താണ്. സ്പിരിച്വൽ അറ്റാക്ക് ക്യാൻ ഹാപ്പൻ വെൻ ബ്ലെസ്സിങ്സ് കം. ഇതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് ലോൺ, പ്രൈവറ്റ് ലോൺ, ക്രെഡിറ്റ്, പിന്നീട് ജീവിതം മുഴുവനും EMI സ്ട്രെസ്. ബൈബിൾ പറയുന്നു,
Proverbs 22:7. The borrower is slave to the lender. കടം വാങ്ങുന്നവൻ കടം കൊടുത്തവന്റെ അടിമയാണ്. അതുകൊണ്ടാണ് വിസ്ഡം വേണം. ബിൽഡ് സ്ലോലി, ബിൽഡ് വൈസ്ലി, ബട്ട് ട്രസ്റ്റ് ഗോഡ്. ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില സംഭവങ്ങൾ, വീട് പൂർത്തിയാകുന്നതിന് മുമ്പ് മരണം സംഭവിക്കുന്നത്, താമസം തുടങ്ങി കുറച്ച് മാസത്തിനകം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ്, പിന്നെ അതുപോലെ സിക്നസ്, ഫാമിലി പ്രോബ്ലംസ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചിലർ പറയും ഈ വീട്ടിൽ ദോഷമുണ്ട്. പക്ഷേ ബൈബിൾ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് എന്തൊക്കെയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയുവാണെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. ഇങ്ങനെ പല പ്രതിസന്ധികൾ വരുമ്പോൾ സാധാരണയായി ആളുകൾ ഉപയോഗിക്കാറുള്ള വാക്കുകളൊക്കെയാണ് ഇത്. പക്ഷേ ബൈബിൾ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. വി മസ്റ്റ് ബ്രിങ് ഗോഡ്സ് പ്രസൻസ് ഇൻ ടു ദി ഹൗസ്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വീട്, നമ്മുടെ വീട്ടിൽ ഗോഡിന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ജോഷുവ 24:15 ഒരു ശക്തമായ വചനമുണ്ട്. As for me and my house, we will serve the Lord. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. പലരുടെയും വീടിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. വെറും ബോർഡ് മാത്രം നമ്മൾ വെച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ദൈവത്തോടുള്ള അടുപ്പം നമ്മൾ കാണിക്കണം. ദൈവമുള്ള വീട്ടിൽ ഉണ്ടാകുന്നതൊന്നാണ് സമാധാനം, അതുപോലെ അനുഗ്രഹം, സംരക്ഷണം, സന്തോഷം. എ ഹൗസ് ബിക്കംസ് എ ഹോം വെൻ ഗോഡ് ലീവ്സ് ദെയർ. വീട് പണിയുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ബിഫോർ ബിൽഡിംഗ് എ ഹൗസ്, ഡു ദീസ് തിങ്സ്. Pray to God. Ask for wisdom. Avoid unnecessary debt. Dedicate the house to God. Pray for protection. അപ്പോൾ വീട് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ് ആയിരിക്കും. ഒരു ചെറിയ സാക്ഷ്യം. ഒരു കുടുംബം വീട് പണിയുവാൻ തുടങ്ങി. അപ്പോൾ പലരും അസൂയപ്പെട്ടു. നെയ്ബേഴ്സ് പ്രോബ്ലം, മണി ഇഷ്യൂ, സ്ട്രെസ്. പക്ഷേ അവർ ദിവസവും പ്രാർത്ഥിച്ചു, ലോർഡ്, ദിസ് ഹൗസ് ബിലോങ്സ് ടു യു. അവസാനം വീട് പൂർത്തിയായി. അവരാ സ്ഥലം വാങ്ങി വീട് വെക്കുന്ന സമയത്ത് നെയ്ബേഴ്സ് പലവിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കി. അവരാ പ്രോപ്പർ പ്ലേസിലാണ് അവർ താമസിക്കാൻ വന്നതെങ്കിലും അടുത്തുള്ള നെയ്ബേഴ്സും അതുപോലെ തന്നെ കുടുംബക്കാരും ഒക്കെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അവർ ദിവസവും പ്രാർത്ഥിച്ചു. അവസാനം വീട് പൂർത്തിയായി. ഇന്ന് ആ വീട് പ്രയർ ഹൗസ്, പീസ് ഹൗസ്, ബ്ലെസ്ഡ് ഹൗസ്. കാരണം ഗോഡ് വാസ് ദ ബിൽഡർ. അവരവിടെ താമസം തുടങ്ങിയെങ്കിലും പിന്നീട് അടുത്തുള്ള ആൾക്കാരുടെ ശത്രുതാ മനോഭാവം കുറഞ്ഞു കുറഞ്ഞു വന്നു. അടുത്തുള്ളവർ അവർ നല്ലൊരു ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സാത്താന്റെ പ്രവർത്തനം മറ്റുള്ളവരിൽ നിന്ന് അകന്നുപോയി. കാരണം അവർ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. വീടിനായി പ്രാർത്ഥന നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ലെറ്റ് us pray. Heavenly Father, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. Lord, bless every family that is planning to build a house. വീട് പണിയാൻ പോകുന്നവരെ നീ കൈപിടിച്ച് നയിക്കണമേ. Protect them from jealousy, evil plans and attacks of the enemy.
സാത്താന്റെ എല്ലാ പ്രവൃത്തികളും നീ തകർക്കണമേ. ലോർഡ്, റിമൂവ് ഫിയർ, റിമൂവ് ഫിനാൻഷ്യൽ സ്ട്രെസ്, ഗീവ് ദം വിസ്ഡം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വീട്ടിലും യുവർ പീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ബി അപ്പോൺ ദം. ദോസ് ഹു ആർ ഓൾറെഡി ബിൽഡ് ഹൗസ്, ബ്ലെസ് ദെയർ ഹോം. ഓൾറെഡി വീട് വെച്ചവർക്കും അവരുടെ വീടിനെ അനുഗ്രഹിക്കണമേ. മേക്ക് ദെയർ ഹോംസ് homes of love, homes of prayer, homes of peace. Lord, let every house become a place of your presence. We surrender every family into your hands. In Jesus' mighty name we pray. Amen. എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കണം. ദിവസവും കഴിയുമെങ്കിൽ ഒരു 10 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. പ്രാർത്ഥനയുടെ ശക്തിയാണ് ഓരോ വീടും മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. പല പ്രതിസന്ധികളും ഓരോ സ്ട്രെസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. ഏതൊരു ദേശത്തിരുന്നാലും ഏതൊരു സമയത്തിരുന്നാലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള ഈ ബൈബിൾ സന്ദേശങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ദയവായി നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ദയവായി അയച്ചു കൊടുക്കുക. ദിവസവും ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.